ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 250 കപ്പിന് 1 കപ്പും പിന്നെ 1/4 കപ്പ് പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ഇതിപ്പം 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 3-5 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം ഞാൻ കുതിരാൻ വെച്ചിട്ട് 5 മണിക്കൂറായിട്ടുണ്ട്. പച്ചരിയെല്ലാം നമുക്ക് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞെടുക്കണം. ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഈ പച്ചരി മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ പച്ചരിയുടെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി 250 കപ്പിന് തന്നെ 1 കപ്പ് ശർക്കര പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. കൂടെ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ജാറിലേക്ക് ഈ പച്ചരി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ആ ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് അതിൻ്റെ ആ വലിയ ചൂട് മാറിയതിന് ശേഷം വേണം ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഉരുക്കിയെടുത്ത ആ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വലിയ തരിയായിട്ടല്ല അരച്ചെടുക്കേണ്ടത്, ചെറിയൊരു തരിയോടുകൂടിയാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 തവി മാവ് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇതുപോലെ 2 തവി മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കൂടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മാവിലേക്ക് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പാടില്ല, അപ്പോൾ ഇത് വലിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 8 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പം റെസ്റ്റിന് വെച്ചിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3/4 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്.
അങ്ങനെ ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കും. ഇനി ഇത് നമുക്ക് നല്ല പോലെ ചൂടാറിയതിന് ശേഷം വേണം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ഈ നെയ്യോട് കൂടി തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് വേവാതെ കിട്ടും. പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളർ മാറിപ്പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു സൈഡ് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ടിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു കളറെല്ലാം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് കളർ മാറിയതിന് ശേഷം ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നെയ്യപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അരികെല്ലാം നല്ല മൊരിഞ്ഞതും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. എല്ലാവരും നെയ്യപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.